എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ക്വിക്ക് ആൻഡ് ഈസി സ്നാക്കായ അരിയുണ്ട ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ചോറ് വയ്ക്കുന്ന ഏതെങ്കിലും അരി മതി. ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: അരി കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് 250 ഗ്രാം, പിന്നെ ശർക്കര ഒന്ന് ചതച്ചെടുത്ത് 150 ഗ്രാം, തേങ്ങ 100 ഗ്രാം, കാഷ്യൂനട്ട് 50 ഗ്രാം, ഏലക്കപ്പൊടി 1 ടീസ്പൂൺ. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി ഞാൻ അതിലിട്ടു. ഇത് ഓൾറെഡി ഇതിൻ്റെ വെള്ളം എല്ലാം പോയി ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളത്തോടു കൂടി പാനിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല. പാനിലിട്ടിട്ട് ചെറുതായിട്ട് വറുക്കുക. അരിയിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് പാനിൽ കിടന്ന് അത് ഉണങ്ങിക്കോളും. അത് ഉണങ്ങിയതിന് ശേഷം അരി നന്നായിട്ട് ചൂടായി അത് ഓരോന്നായിട്ട് പൊട്ടാൻ തുടങ്ങും. ഇപ്പോൾ അരി ഓരോന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടുന്ന സൗണ്ട് തീരുന്നതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അരി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴത്തേക്ക്. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി, അതെല്ലാം പൊട്ടി തീർന്നു. ഇപ്പോൾ പൊട്ടുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ അതെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. അരി വേണമെങ്കിൽ ഫാൻ ഓൺ ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം, അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ചതച്ചെടുക്കാം, പിന്നെ ഏലക്ക പൊടിച്ചും എടുക്കാം. ഇപ്പോൾ തണുത്ത അരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നൈസായിട്ട് പൊടിച്ചെടുത്തു. നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി, ഒരുപാട് പൗഡർ ആക്കണ്ട, കുറച്ച് തരിതരിപ്പുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ടു, ചതച്ച ശർക്കര ഇട്ടു, പിന്നീട് തേങ്ങ ഇട്ടു, ലാസ്റ്റ് പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടു. ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയിൽ പൊടിക്കുന്നതിന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ശർക്കര ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ കട്ടിയാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സി നിർത്തിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് എല്ലാം മിക്സായി നല്ല ഫോമിലായിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചായക്കൊക്കെ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിന് വലിയ പ്രിപ്പറേഷനോ ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പമാണ്. പ്ലേറ്റിലേക്കെല്ലാം മാറ്റി ഇനി നമുക്ക് അതിൻ്റെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ശർക്കരയുടെ നനവ് ഇതിനകത്തുള്ളതുകൊണ്ട് ഉരുട്ടിയെടുക്കാൻ നല്ല കറക്റ്റ് പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. കയ്യിലെടുത്തിട്ട് നല്ല ഫേമായിട്ട് പിടിച്ച് ഉരുട്ടിയെടുക്കണം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ കാഷ്യൂ, തേങ്ങ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ബാക്കി പൊടിയും കൂടെ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി എടുക്കാം. അങ്ങനെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായക്കൊപ്പം കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.